ഒരിടത്ത് ഫ്ലെക്സി യുദ്ധം. ഡൽഹിയിൽ ഇന്നലെ രമേശ് ചെന്നിത്തല പോയിരുന്നു, അവിടെ ഹൈക്കമാൻഡിനെ കണ്ടിരുന്നു, സീനിയോറിറ്റി കൂടി പരിഗണിക്കണമെന്ന് പറഞ്ഞു. എന്തായിരിക്കും അവസാന മാനദണ്ഡം എന്ന് ചോദിക്കുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നത് ഒറ്റ മാനദണ്ഡമേ അവസാനം വരൂ, അത് ഹൈക്കമാൻഡിന്റെ തീരുമാനമായിരിക്കും. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിലേക്ക് എത്താണ്ട 2-3 ഘടകങ്ങൾ എടുത്താൽ ആ 3 ഘടകങ്ങളിലും നിലവിൽ KC വേണുഗോപാൽ മുന്നിലല്ലേ. ഒന്ന്, MLA-മാരുടെ തല എണ്ണി നോക്കിയാൽ കർണാടകയിലും തെലങ്കാനയിലും ഒക്കെ അങ്ങനെയായിരുന്നല്ലോ. തല എണ്ണി നോക്കിയാൽ അതിൽ KC മുന്നിലാണ്. രണ്ടാമതായി സീനിയോറിറ്റി കൂടി പരിഗണിച്ചാൽ അതിലും KC ഉണ്ട്. VD-യേക്കാൾ മുന്നിലാണ്. രമേശ് ചെന്നിത്തലയുടെ അത്രത്തോളം ഇല്ലെങ്കിലും തൊട്ടുപിന്നിൽ KC നിൽക്കുന്നുണ്ട്. ഹൈക്കമാൻഡുമായിട്ടുള്ള ബന്ധം നോക്കിയാലും KC മുന്നിലാണ്. അപ്പം ഏത് തരത്തിൽ നോക്കിയാലും നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ KC മുന്നിലാണ്. ഘടകകക്ഷികളുടെ അഭിപ്രായം ചോദിച്ച് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു രീതി കോൺഗ്രസിനില്ലല്ലോ. TV പ്രസാദ്, അങ്ങനെയാണെങ്കിൽ KC ആണോ ഈ ഓട്ടത്തിൽ ഇപ്പോൾ അല്പം മുൻപിൽ? ഗുഡ് മോർണിംഗ് അരുൺ, ഗുഡ് മോർണിംഗ്. ആ ഒരു സാഹചര്യം പരിശോധിച്ചാൽ, ഇപ്പോൾ അരുൺ പറഞ്ഞത് പരിശോധിച്ചാൽ KC തന്നെയാണ് മുന്നിൽ. പക്ഷേ അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, കോൺഗ്രസ് പ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷവും ഏതാണ്ട് 90% തന്നെ വേണമെങ്കിൽ പറയാം VD സതീശൻ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലുമുള്ളത്. ആ ഒരു വികാരത്തെ, അതായത് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ആകെ വെറുപ്പിച്ചത് കൊണ്ടാണ് UDF-ന് ഭരണമുണ്ടായതെന്നും അതുകൊണ്ട് UDF-ന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വെറുപ്പിക്കൽ തിരിച്ച് ജനങ്ങളോട് ഉണ്ടാകാതിരിക്കണമെങ്കിൽ VD സതീശൻ വരണം എന്നുള്ളതാണ് പ്രധാനമായും അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ആളുകൾ, പ്രവർത്തകർ വളരെ വൈകാരികമായി ഇതിനോട് പ്രതികരിക്കുമോ എന്നൊരാശങ്ക. മറ്റൊരു പ്രശ്നമുള്ള തരുൺ, ഈ പറയുന്നത് പോലെ KCയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞാൽ VD സതീശൻ ഇനി ഞാൻ മന്ത്രിസഭയിലേക്കും ഇല്ല എന്നെങ്ങാനും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കും. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം താങ്ങാനുള്ള ശേഷി കേരളത്തിലെ കോൺഗ്രസിനില്ല. കാരണം 10 വർഷം ഭരണമില്ലാതെ നിന്ന പാർട്ടിയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ VD സതീശൻ്റെ ഭാഗം കൂടി പരിഗണിക്കേണ്ടി വരും. അതേസമയം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ജയിച്ചു വന്ന MLA-മാരുടെ പിന്തുണ കൂടുതലാണ് VD സതീശനെ അപേക്ഷിച്ച്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന സമയത്ത് എന്തൊക്കെയോ ഉറപ്പ് കൊടുത്തതായിട്ടും പറയുന്നു. ഇപ്പോൾ അരുൺ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ, അതായത് ഹൈക്കമാൻഡിൻ്റെ എല്ലാ പിന്തുണയുമുള്ള ആൾ KC-യാണ്, എല്ലാ സംഘടനാ സംവിധാനങ്ങളുമുള്ള ആൾ KC-യാണ്. ഇന്നിപ്പോൾ വന്ന 2 നിരീക്ഷകരും സ്വാഭാവികമായി അവർ പ്രവർത്തിക്കുന്നതും KC വേണുഗോപാലിൻ്റെ കീഴിൽ തന്നെയാണ്. അങ്ങനെ പരിശോധിച്ചാൽ KC വേണുഗോപാലിന് തന്നെയാണ് പാർട്ടി തലത്തിൽ മുൻഗണനയുള്ളത്. പക്ഷേ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ ഉണ്ടാകാനിടയുള്ള പൊല്ലാപ്പ്, ആ പൊല്ലാപ്പ് കോൺഗ്രസ് പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കും. ഉറപ്പായും അരുൺ, ഈ 3 പേരിൽ ആരെ തെരഞ്ഞെടുക്കും എന്നുള്ളത് സംബന്ധിച്ച് അതൊരു കീറാമുട്ടിയായ ചോദ്യം തന്നെയാണ്. മറ്റ് 2 പേരെ ആരെയാണോ മുഖ്യമന്ത്രിയാക്കുന്നത് അതല്ലാത്ത 2 പേരെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഞായറാഴ്ച തീരുമാനമുണ്ടാകുമെന്ന് പറയുന്നു. ഇനിയുള്ള ഈ 3-4 ദിവസം അത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. ഒരുപക്ഷേ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിക്കേണ്ടി വരും. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ ആ മന്ത്രിസഭയിലേക്ക് രമേശ് ചെന്നിത്തല വരുമോ എന്ന ചോദ്യമുണ്ട്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ആലപ്പുഴയിലും മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പും വേണ്ടിവരും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹിയിലും KC-യുടെയൊക്കെ വലിയ ഫ്ലെക്സുകളുണ്ട്. VD-യുടെ ഫ്ലെക്സ് കൂടി ഡൽഹിയിലൊക്കെ വരുന്നു എന്നുള്ള വിവരമാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊക്കെ വരാം.